പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സജ്ജമാക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് 100 മേനി 60 മേനി 30 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വിത്തുകളായി രൂപാന്തരപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനയും പ്രത്യേകമായ അപേക്ഷകളും വഴി ഈ വചന ശുശ്രൂഷ ഇത് കേൾക്കുന്ന സകലർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് അപേക്ഷിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോഴാണല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, എന്നിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് വിജയം നൽകുന്ന യോദ്ധാവായ കർത്താവിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ആവശ്യമാണ്. ഒരുപാട് സംഗതികളിൽ നമുക്ക് വിജയം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഈ മേഖലയിൽ നമ്മളിന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാഗ്യമെന്നും രക്ഷപ്പെട്ടു എന്നുമൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് പരാജയത്തിൻ്റെ കയ്പ് നീര് നമ്മൾ കുടിക്കാതെ വിജയത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ ഉയർത്തി നിർത്തിയ നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സഫാനിയ 3:17 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പം നമ്മുടെ മധ്യേ നിന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഓരോരോ സംഗതികളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങളിലൂടെ ഈ വിജയം നൽകുന്ന യോദ്ധാവായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ യാഥാർത്ഥ്യം അതാണ് സഫാനിയ 3:17 വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ്. അതാണ് ആ കർത്താവിൻ്റെ പേര്, യോദ്ധാവ്, യുദ്ധവീരനാണ്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ജീവിതയാത്രയിലുണ്ട്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ഈ യോദ്ധാവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാതെ യുദ്ധത്തിനൊരുങ്ങാം. ജീവിതമാകുന്ന ഈ യാത്രയിൽ, ജീവിതം ശരിക്കും ഈ ലോകത്തിലൊരു യുദ്ധമാണല്ലോ. നമ്മൾ പൊരുതുകയാണ്. പാപത്തോടും പിശാചിനോടും ലോകത്തോടും സകലതിനോടും നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ നമ്മളെ വിജയിപ്പിക്കാൻ നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ മധ്യയുണ്ട്. സഫാനിയ പുസ്തകത്തിൽ അതാണ് വിശുദ്ധ ബൈബിളിൽ നമ്മളെ പഠിപ്പിച്ചത്. 3:17 ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സൂക്ഷിക്കുക. നിൻ്റെ ദൈവമായ കർത്താവ്, നിൻ്റെ സ്വന്തം കർത്താവ്. ആ കർത്താവിൻ്റെ പ്രത്യേകതയാണ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവാണ്. അവൻ മറ്റെവിടെയല്ല നിൽക്കുന്നത്, നിൻ്റെ മധ്യമുണ്ട്, നമ്മുടെ മധ്യമുണ്ട്, നമ്മുടെ സഭയുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനുകാലികമായി നമുക്കറിയാം നമ്മുടെ സഭ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. നമ്മളാരും നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. സഭയ്ക്കെതിരെ പ്രബലപ്പെട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളൊക്കെ അതിജീവിച്ച് സഭയെ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ സഭയിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇപ്പം നമ്മുടെ കുടുംബം വലിയ പ്രശ്നത്തിലോ പ്രതിസന്ധിയിലാണെന്ന് വിചാരിക്കുക. ആ കുടുംബത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള യോദ്ധാവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പാപത്തോട് പൊരുതി തളരുന്ന വ്യക്തിയാണോ? നിരാശപ്പെടരുത്. ഞാൻ വ്യക്തിപരമായി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എന്നെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള യോദ്ധാവ്, എൻ്റെ കർത്താവ് എൻ്റെ മധ്യേ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവിടെ നെഹമ്യ 2:20 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. പഴയ നിയമ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ദാവീദും അതുപോലത്തെ യുദ്ധവീരന്മാരായ ഒരുപാട് രാജാക്കന്മാർ, ഇസ്രായേൽ ആദ്യത്തെ രാജാവ് സാവൂൾ, പിന്നീട് ദാവീദ്, ഈ രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ കർത്താവിനോട് ആരായും, കർത്താവെ, ഞങ്ങൾ യുദ്ധത്തിന് പോകണോ? നീ അവരെ ഞങ്ങളെ ഏൽപ്പിക്കുമോ? ദൈവം പറയും, തീർച്ചയായും നിങ്ങൾ പോവുക. പോകണ്ടാത്ത സാഹചര്യമാണെങ്കിൽ ദൈവം പറയും, പോകരുത്.
അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം അവരുടെ മധ്യേ ഉണ്ട്, ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും എന്ന് ദൈവം കൊടുക്കുന്ന ഉറപ്പോടെ 10,000-ങ്ങളെ നേരിടാൻ വളരെ ചെറിയ സംഖ്യയുമായി പട്ടാളക്കാരുമായി സൈന്യവുമായി അവർ യാത്രയാകുന്നത് നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. മക്കബയരുടെ പുസ്തകം 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. യൂദാസ് മക്കബേസ് എന്ന് പറയുന്ന ഈ ധീര പടയാളി ഇസ്രായേൽക്കാരെ നയിക്കാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. യൂദാസ് വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്ത് അതിലൊക്കെ വിജയം കൈവരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് സിറിയൻ സൈന്യാധിപനായ സെറോൻ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ, സിറിയയുടെ സർവ്വസൈന്യാധിപനാണ്, സെറോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ യൂദാസിൻ്റെ ഈ വിജയത്തെക്കുറിച്ചും യൂദാസ് കുറേ പട്ടാളക്കാരെയൊക്കെ സംഘടിപ്പിച്ച് യോദ്ധാക്കളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു സൈന്യത്തെ ശേഖരിക്കുകയാണ്. ഈ സിറിയൻ സൈന്യാധിപനായ സെറോൻ വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് അത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ദൈവനിഷേധികളായ കുറേ പേരുകളെ കൂടി. അങ്ങനെ ദൈവനിഷേധികളുടെ ഒരു പ്രബല സൈന്യവുമായിട്ടാണ് യൂദാസിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് സിറിയൻ സൈന്യാധിപനായ സെറോൻ പുറപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഈ സൈന്യത്തെ യൂദാസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ യൂദാസിൻ്റെ കൂടെയുള്ളത് വളരെ ചെറിയൊരു സൈന്യമാണ്. എന്നാൽ ദൈവനിഷേധികളുടെ പ്രബലമായ ഒരു സൈന്യത്തെ ശേഖരിച്ചിട്ടാണ് സെറോൻ യൂദാസിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബത്ത് ഹറോൺ എന്ന് പറയുന്ന ചുരത്തിനരികിൽ വെച്ച് യൂദാസിൻ്റെ സൈന്യവും ഈ സെറോൻ എന്ന് പറയുന്ന നിഷേധികളുടെ പ്രബല സൈന്യവും തമ്മിൽ നേരിട്ട് വരികയാണ്. ആ സമയത്ത് യൂദാസിൻ്റെ കൂടെയുള്ള പട്ടാളക്കാർ സൈന്യ അംഗങ്ങൾ യൂദാസിനോട് പറയാണ്, നോക്കൂ, നമുക്കെതിരെ ഒരു പ്രബല സൈന്യമാണ് പുറപ്പെട്ടു വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെ ഈ വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്യും? നമ്മളിന്നൊന്നും കഴിച്ചിട്ടില്ല, നമ്മൾ തളർന്നിരിക്കുകയാണ്. യൂദാസിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പറയാണ്, ഈ വലിയ സൈന്യത്തോട് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യും? നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, മാത്രമല്ല നമ്മളിന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മൾ തളർന്നിരിക്കുകയാണ്. ഉടനെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് ആ കൊച്ചു സൈന്യത്തിൻ്റെ മധ്യേ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ബോധ്യമുള്ള യൂദാസ് പറയാണ്, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ദൈവത്തിൽ നിന്നാണ് ശക്തി പുറപ്പെടുന്നത്. ദൈവം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം ചെറുതോ വലുതോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രസക്തമാണ്. ദൈവം വിജയം നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം ചെറുതാണോ വലുതാണോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രസക്തമായ കാര്യമാണ്. അത് പ്രധാനപ്പെട്ട കാര്യമല്ല. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. പിന്നെ എങ്ങനെയാണ്? ശക്തി ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ് തൻ്റെ കൂടെയുള്ളവരെ ഈ യൂദാസ് ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം? നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ അത് വലുതോ ചെറുതോ എന്ന് നോക്കി നമ്മൾ നിരാശപ്പെടരുത്. എന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാഠിന്യം കൊണ്ടോ ചെറുതായതുകൊണ്ടോ അല്ല നമ്മൾ അതിൻ്റെ മേൽ വിജയം വരിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ പ്രകടമാകുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ യുദ്ധത്തെ വിജയിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇങ്ങനെ യൂദാസ് ആ സൈന്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മുൻപോട്ട് ചെന്നു. ബത്ത് ഹൊറോൺ എന്ന് പറയുന്ന ആ ചുരത്തിൻ്റെ അരികിൽ വെച്ച് വളരെ എണ്ണത്തിൽ കുറവായ യൂദാസിൻ്റെ ഈ സൈന്യവും ദൈവനിഷേധികളുടെ ഒരു പ്രബല സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. എന്നാൽ ഈ യൂദാസിൻ്റെ ഈ ചെറിയ സൈന്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവസിച്ചപ്പോൾ ആ വലിയ ദൈവനിഷേധികളുടെ പ്രബല സൈന്യത്തെ വളരെ നിഷ്പ്രയാസം അവർ പരാജയപ്പെടുത്തി ആ യുദ്ധത്തിൽ യൂദാസ് വിജയം വരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ മധ്യേ നിൽക്കുന്ന സഫാനിയ 3:17 നമ്മൾ വായിച്ചു കേട്ട വചനമാണ് അടിസ്ഥാന വചനം. അതെന്താ? നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പലപ്പോഴത്തെ പ്രശ്നം എന്താ?
നമ്മുടെ മധ്യേ ഈ വിജയം നൽകുന്ന കർത്താവ് നിൽപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ പലപ്പോഴും മറന്നുപോകും. അതാണല്ലോ പത്രോസ്ലിഹായ്ക്ക് പറ്റുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് കടലിന് മീതെ നടക്കുകയാണ്. കടലിന് മീതെ നടന്ന് ഈ വള്ളത്തോട് അടുത്തപ്പോൾ ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരും കൂട്ടരും നിലവിളിച്ചു. ഉടനെ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അവരുടെ മധ്യ ആ വെള്ളത്തിൽ യേശു നിൽപ്പുണ്ട്, വള്ളത്തിൽ ഈ ശിഷ്യന്മാരും ഉണ്ട്, ഇത് ഞാനാണ്. ഉടനെ പത്രോസ്ലീഹ പറയാണ്, കർത്താവെ, നീ ആണെങ്കിൽ എന്നോട് വെള്ളത്തിലൂടെ നടന്ന് നിൻ്റെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, പോരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജയം നൽകുന്ന ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ എനിക്ക് കഴിവ് നൽകുന്ന കർത്താവാണ് എന്നെ വിളിച്ചത് എന്ന ബോധ്യത്തിൽ ഈ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയ, കടലിലേക്ക് ഇറങ്ങിയ പത്രോസ് താണുപോയില്ല. എന്നാൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, കാറ്റും കോളും പത്രോസിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ തിരമാല ഉയർന്നു, കാറ്റടിച്ചു, തിരമാല ഉയർന്നു. അപ്പം എന്തായി? മുൻപിൽ നിൽക്കുന്ന എന്നെ രക്ഷിക്കാൻ, സഹായിക്കാൻ, വിജയം നൽകാൻ കഴിവുള്ള കർത്താവ് മുമ്പിൽ നിൽപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്ന് പ്രകൃതി ശക്തിയുടെ ഭയാനതയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം താഴേക്ക് പോയി, പരാജയപ്പെട്ടു പോയി. ഇതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും ആ പ്രതിസന്ധിയിലേക്ക് നോക്കി ഭയപ്പെടുകയാണ്. എന്നാൽ എൻ്റെ അരികിൽ എനിക്ക് വിജയം നൽകാൻ കഴിവുള്ള യോദ്ധാവ് നിൽപ്പുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ പരാജയപ്പെടുത്താതെ എന്നെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിതം മുൻപോട്ട് നയിച്ചാൽ ഈ യോദ്ധാവ് പരാജയപ്പെടാതെ, നമ്മൾ തകർന്നു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകും, നമ്മുടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് ഈ ഒരു ബോധ്യത്തിൽ വളരാൻ കഴിയണം. എൻ്റെ കർത്താവ് എൻ്റെ അരികിലുണ്ട്, അവിടുന്ന് എൻ്റെ മുൻപിലും പിൻപിലും എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ എനിക്ക് വിജയം നൽകുന്ന യോദ്ധാവാണ്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവാണ്. ഉള്ളത് നെഹമ്യാ 2:20 നമ്മൾ വായിച്ചത്, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. എനിക്ക് വിജയം നൽകുന്നത് സൈന്യത്തിൻ്റെ ശക്തി കൊണ്ടല്ല, എനിക്ക് വിജയം കിട്ടുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടല്ല, ഞാൻ ഒരുപാട് പഠിച്ച് വലിയ മാർക്കോടെ പാസ്സായതുകൊണ്ടും റാങ്ക് മേടിച്ചതുകൊണ്ടല്ല. എൻ്റെ കൂടെ എന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള യോദ്ധാവായ യേശു ദൈവം ഉള്ളതുകൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ മറന്നില്ലെങ്കിലും സത്യം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഈ യൂദാസ് തൻ്റെ അനുയായികളോട് പറയുന്നത്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറവ് കൊണ്ടല്ല നമ്മൾ ആ പ്രശ്നത്തെ അതിജീവിക്കുന്നത്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും അതിനെ അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ വിജയം കൈവരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ പ്രയാസമേറിയ പരീക്ഷയായിരിക്കാം, പ്രയാസമേറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ വിജയം നൽകാൻ കഴിവുള്ള യോദ്ധാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നത്തിലേക്ക് നോക്കില്ല, വിജയം നൽകുന്ന യോദ്ധാവിലേക്ക് നോക്കും. അതാണ് യൂദാസ് ചെയ്യുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 17 മുഴുവൻ നമ്മൾ വായിക്കുന്ന നല്ലതാണ്. 47 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ സൈന്യത്തിനെതിരെ, സൗൾ എന്ന രാജാവാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വലിയ ഫിലിസ്തീൻ സൈന്യം യുദ്ധത്തിന് വരും. അപ്പോൾ അവരുടെ ഒരു മല്ലനുണ്ട്, ഗോലിയാത്ത്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ധ്യാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ്. എങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗോലിയാത്ത് ഇസ്രായേൽക്കാരെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ദൈവത്തെ അധിക്ഷേപിച്ച് പറയുകയാണ്. അങ്ങനെ ഈ ദാവീദ് എന്ന് പറയുന്ന ഈ ഇടയച്ചെറുക്കൻ ഈ മല്ലൻ്റെ വെല്ലുവിളി കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ അപരിച്ഛേദിതൻ എന്തിനാണ് ഇസ്രായേൽക്കാരെ ഇതുപോലെ പുച്ഛിക്കുന്നത്, ഇതുപോലെ വെല്ലുവിളിക്കുന്നത്? കാരണം ആ മല്ലനെ നേരിടാൻ ആരുമില്ല. ഈ ഇസ്രായേൽ സൈന്യം മുഴുവനും, രാജാവടക്കം സകലരും ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ച് പേടിച്ചിരിക്കുക. എന്നാൽ തൊട്ടടുത്ത് ഇസ്രായേലിൽ ഭരണം നടത്തുന്ന, ഇസ്രായേലിൻ്റെ കൂടെ ജീവിക്കുന്ന, ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് എത്തിച്ച യോദ്ധാവായ കർത്താവിനെക്കുറിച്ച് അവർ മറന്നുപോയി. അപ്പോൾ അവരുടെ വിചാരം സൈന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നൈപുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ കരബലം കൊണ്ടാണ് ഞാൻ യുദ്ധം വിജയിക്കുന്നത്, പ്രശ്നത്തെ അതിജീവിക്കുന്നതാണ് അവരുടെ ചിന്ത. കർത്താവ് അവിടെ മൗനമായിട്ട് നിൽക്കുകയാണ്.
എൻ്റെ സഹോദരങ്ങളെ, എന്നാൽ യുദ്ധത്തിൽ, പ്രശ്നത്തിൽ എന്നെ വിജയത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അതാണ് ദാവീദ്. അവൻ രാജാവൊന്നുമല്ല, ഇസ്രായേലിലെ ഒരു ആട്ടിടയൻ, ഇടയച്ചെറുക്കനാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ ഈ ഗോലിയാത്തിനെ നേരിടാൻ ധൈര്യം കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാനുഷിക ചിന്തയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു മല്ലൻ, അവൻ ആയുധം വഹിക്കാൻ തന്നെ ഒരുപാട് പേരാണ്. അത്രയും വലിയൊരു യോദ്ധാവ്, അവൻ ചെറുപ്പം തൊട്ടേ യോദ്ധാവാണ്. ദാവീദിനാണെങ്കിൽ ആടിനെ തീറ്റി പരിചയമുള്ളൂ. എന്നിട്ടും ഇസ്രായേലിനെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദിതനെ എൻ്റെ കർത്താവ് തോൽപ്പിക്കും, എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകും എന്നുള്ള ബോധ്യത്തിൽ ഈ ദാവീദ് ആ മല്ലനായ ഗോലിയാത്തിനോട് എതിരിടാൻ ഓടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഈ ഗോലിയാത്ത് പറയുന്നൊരു വാക്കുണ്ട്, നീ എന്താ എൻ്റെ നേരെ വടിയുമായിട്ട് വരാൻ, ഞാൻ എന്താ പട്ടിയാണോ? നീ വാ, നിൻ്റെ മാംസം ഞാൻ ആകാശപ്പറവകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ശപിച്ച് ഈ ദാവീദിനെ നേരെ അടുക്കുകയാണ്. ദാവീദ് ഉടനെ ഗോലിയാത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനതയ്ക്ക്, ക്രിസ്ത്യാനിക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വിജയം നൽകുന്ന ഒരു ദൈവം ലോകത്തുണ്ട് എന്ന് ലോകം മുഴുവൻ അറിയും നമ്മൾ ഈ സത്യം അംഗീകരിച്ചാൽ. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നത്. വാളും കുന്തവും കൊണ്ടല്ല കർത്താവ് രക്ഷ നൽകുന്നത് എന്ന് നീ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ ചെറുപ്പക്കാരൻ്റെ ധൈര്യം? കാരണം അവൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന കർത്താവിനെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ ഹൃദയത്തിൽ ഒളിമങ്ങാതെ കിടക്കുമ്പോൾ അവന് പറയാൻ ബുദ്ധിമുട്ടില്ല. നമുക്കിത് നഷ്ടപ്പെടുമ്പോൾ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ നമ്മളെ തേടിയെത്തി, സുഖവും ആഡംബരങ്ങളൊക്കെ നമ്മളെ തേടിയെത്തി, അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പായുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എൻ്റെ കഴിവാണ്, ഇതൊക്കെ ഞാൻ നേടിയതാണ്, എല്ലാം എൻ്റേത് നമുക്ക് ചിലപ്പോൾ തോന്നാം. എന്നാൽ ദാവീദ് അങ്ങനെയല്ല. അവനൊരു ഇടയച്ചെറുക്കനാണ്, അവൻ കർത്താവിൽ ആശ്രയിക്കുന്ന ചെറുപ്പക്കാരനാണ്. അവൻ പറയാണ്, വാളും കുന്തവും കൊണ്ടല്ല ദൈവം വിജയം നൽകുന്നത് എന്ന് നീ ഇന്ന് മനസ്സിലാക്കും. മല്ലനായ ഗോലിയാത്തിനോട് ദാവീദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കയ്യിൽ ആകപ്പാടെ ഒരു കവണയും 5 കല്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ആട്ടിടയനായ ചെറുപ്പക്കാരൻ ഗോലിയാത്തിനോട് വിളിച്ചു പറയാം, വാളും കുന്തവും കൊണ്ടല്ല ദൈവം രക്ഷ നൽകുന്നത് എന്ന് നീ ഇന്ന് മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി ദാവീദ് ഇതാ മുൻപേ ഓടി അവനോട് അടുക്കുകയാണ്. ഒരൊറ്റ കല്ല് ആ കവണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തെ ലക്ഷ്യം വെച്ച് ഒറ്റയേറ്. ഗോലിയാത്ത് താഴേക്ക് വീണു. കല്ലിൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, ഏറിൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, അവനെ വീഴിച്ചത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോടൊപ്പം യുദ്ധം ചെയ്തൊരു യോദ്ധാവ്, സഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ്. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം വലിയൊരു തിരിച്ചറിവാണ് ദാവീദിന് കിട്ടുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ്, അതാണ് ഗോലിയാത്തോട് പറഞ്ഞത്, നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്. ദൈവം നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഉറപ്പാണ്. കാരണം ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവാണ്. അവിടുത്തെ പേര് യോദ്ധാവ് എന്നാണ്. അവിടുന്ന് എനിക്ക് വിജയം നൽകുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗോലിയാത്തിനെ പോലെ മല പോലെ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന രോഗത്തിലോ പ്രശ്നത്തിലോ പാപത്തിലോ എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ആ പ്രതിസന്ധിയിലേക്ക് നോക്കി തളർന്നിരിക്കുന്നൊരു വ്യക്തിയാണോ? എങ്കിൽ നിൻ്റെ കൂടെ നിനക്ക് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ശക്തി പകർന്ന് നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവിനെക്കുറിച്ച്, യോദ്ധാവിനെക്കുറിച്ച് ഒരു ചിന്ത നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉടലെടുക്കട്ടെ. അവിടുന്ന് നിനക്ക് വിജയം നൽകും. 2 സാമുവേൽ അതിൻ്റെ 8-ാം അധ്യായം 14-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദാവീദ് ചെന്നെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് പോയെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. എത്ര മനോഹരമാണ് ആ വചനം.
എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ദൈവമാണ് ആ വാഗ്ദാനം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, ഈ വചന ശുശ്രൂഷ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിൻ്റെ ഹൃദയത്തിൽ ഇത് പതിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇത് വെറുതെ അങ്ങ് കേൾക്കുകയല്ല. നിൻ്റെ അരികിൽ ഈ യോദ്ധാവ് നിൽപ്പുണ്ട്. നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നീ ഇന്ന് നേരിടുന്ന സകല പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ഓരോന്ന് എണ്ണി ഞാൻ പറയുന്നില്ല, ഏത് പ്രതിസന്ധി ആയാലും അതിൽ നിന്നെ വിജയിപ്പിക്കാൻ കഴിവുള്ള യോദ്ധാവ്, നിൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തു നിൻ്റെ മധ്യേ, നിൻ്റെ അരികിലുണ്ട്, നിൻ്റെ ഭവനത്തിലുണ്ട്, നിൻ്റെ സഭയിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇതിൻ്റെ എല്ലാം മേൽ വിജയം ഭരിക്കാൻ നമ്മുടെ സഭയിൽ കർത്താവുണ്ട്. നിൻ്റെ കുടുംബത്തിൽ ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. അതിൻ്റെ മേൽ വിജയം നൽകാൻ നിൻ്റെ കർത്താവ് നിൻ്റെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:57. നമുക്ക് വിജയം നൽകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തുതി. നമുക്ക് വിജയം നൽകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള നമ്മുടെ ദൈവമായ കർത്താവിന് യേശുക്രിസ്തു വഴി നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചന ശുശ്രൂഷ ഞാൻ കേട്ട് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമ്പോൾ, ഈശോയെ, ഞാൻ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ ഓർത്ത് ഭയപ്പെട്ടിരിക്കാതെ, അതിലേക്ക് നോക്കി തലകുനിച്ചിരിക്കാതെ, ദാവീദിനെ പോലെ ശിരസുയർത്തി, യൂദാസിനെ പോലെ ശിരസുയർത്തി അതിനെ നേരിടാൻ മുൻപോട്ട് ചെന്ന് എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, ഈ വിജയത്തിൻ്റെ മേൽ കർത്താവ് എന്നെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ടെടുക്കാൻ, ആ പ്രശ്നത്തെ സധൈര്യം നേരിടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഒരു നിമിഷം കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നതിനും അത് വലിയ വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും തലത്തിൽ ഉയർത്തി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേട്ട വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അഭിഷേകവും അനുഗ്രഹവും ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും നൽകണമേ. തകർന്ന് വലിയ നിരാശയിലിരിക്കുന്നവർക്ക് ഈ വചനം വലിയ പ്രത്യാശ നൽകി അവരുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ കർത്താവിൽ ആശ്രയിച്ച് ആ കർത്താവിൻ്റെ കൂടെ നിന്ന് യുദ്ധത്തിൽ വിജയിക്കാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സഫാനിയ 3:17. നിൻ്റെ ദൈവമായ കർത്താവ്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. ആ യോദ്ധാവ് നമുക്ക് വിജയം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.